അങ്ങനെ കണ്ടടേ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ JSK ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ കണ്ടിരിക്കുകയാണ് മക്കളെ. കണ്ട് തീർത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ഫീൽ ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡീസൻ്റ് ആയിട്ട് പോയി കൊണ്ട് നല്ലൊരു ഇതിൽ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിൽ പടം നിർത്തി. എന്നിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറി. പിന്നെ പടം കൈവിട്ട് പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സാധനം സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. ആ ഒരു സുഖം ക്ലൈമാക്സോടൊക്കെ അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് ആക്കി കൊണ്ട് കോളമാക്കി പടം തീർത്ത ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിൽ സുരേഷ് ഗോപി എനിക്കൊന്ന് ഗസ്റ്റ് റോളാണെന്ന് കേട്ടോ. നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നും പോയാണ് നിൽക്കുന്നത്. പക്ഷെ പുള്ളിയുടെ ഓരോ സ്ക്രീൻ പ്രസൻസും പുള്ളി വരുന്ന ആ ഓരോ സീൻസും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ സീൻസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലൊക്കെ പുള്ളിയുടെ ഓരോ സീനും അടിപൊളിയായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് നന്നാക്കിയതെല്ലാം പുള്ളിയുടെ ആ സീൻ വന്നപ്പോഴാണ്. അല്ലാത്ത സീനൊക്കെ ഒരു സുഖമല്ല. പടം ഇങ്ങനെ പോയി കണ്ട് ഇങ്ങനെ എന്തൊക്കെ നടന്നു പോകുന്ന ആ ഒരു ഫീൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ ഓരോരോ സീൻസ് വരുമ്പോൾ അത് നല്ല ഇമ്പാക്റ്റ് തന്ന് അങ്ങനെ ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് കിട്ടി. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ പുള്ളിയെ കൊണ്ടും വലിയ കാര്യമൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഷെഡ്യൂളിൽ പുള്ളി വേറെ ഏതോ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് പോയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ പുള്ളി ഒരു വെപ്പ് താടിയും വെച്ചിട്ട് വരുന്നു. എൻ്റെ പൊന്നെ, അപ്പൊ ആ ഫൈറ്റിന്റെ ഇടയിലൊക്കെ ഓരോ ക്ലോസപ്പ് ഷോട്ട് കാണിക്കും. ചിരിച്ച് എൻ്റെ ഊപ്പാടും. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനിൽ നമുക്ക് ചിരി വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ക്ലോസപ്പ് ഷോട്ടായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ആ ഷെഡ്യൂളിന്റെ ഇതിൽ പുള്ളി പോയപ്പോൾ ലുക്ക് മാറി അങ്ങനെ വെപ്പ് തടിയും വെച്ച് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് വീണ്ടും അതിനുശേഷം ഒരു കോർട്ട് സീൻ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും പുള്ളി ഒറിജിനൽ താടിയിലാണോ അതും വെപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ വീണ്ടും പഴയ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫൈറ്റിൽ മാത്രം പക്കയായിട്ട് അത് ക്ലോസപ്പിൽ എടുത്തറിയാം ആ വെപ്പ് തടിയില്ല. എന്തായാലും സെക്കൻഡ് ഹാഫ് കൊണ്ട് കോളാക്കി നശിപ്പിച്ച് തന്നിട്ടുണ്ട് പടം. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഫീലാണ്. മ്യൂസിക് ഒന്നും എടുത്ത് വേണ്ട ഒരു കാര്യമില്ല. അമ്മാതിരി ചവർ സാധനം. നമ്മുടെ ഫസ്റ്റ് ടൈറ്റിലായി കാണിക്കാൻ നേരത്തെ ഒരു സാധനമുണ്ട്. പേര് മറന്നായിരുന്നു. റൈസ് ഓഫ് ഫയറോ അങ്ങനെ എന്തോ കൊണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു. അത് ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. പുള്ളി അതെടുത്ത് പറയണം. അത് മാത്രം ഈ പടത്തിൽ ഒരു മ്യൂസിക് കൊള്ളാമെന്ന് പറയാനുള്ളൂ. ബാക്കി ഒന്നും പടത്തിന് മ്യൂസിക് കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുപോവുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ JSK